നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഹൈവേ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ്. സോ ഒരു ഹൈവേക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാരേജ് വേ ആണ്. ക്യാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും പോർഷന് പറഞ്ഞപ്പോഴാണ് ക്യാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ റോഡിൽ കൂടെ നമ്മുടെ വർക്കേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ പാത്തിൻ്റെ വിഡ്ത്തിന് പറഞ്ഞപ്പോഴാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. റോഡ്സിൽ നമ്മൾ വെഹിക്കിൾ പോകുന്ന ആ പോർഷന് പറഞ്ഞപ്പോഴാണ് ക്യാരേജ് വേ എന്ന് പറഞ്ഞത്. ഈ ക്യാരേജ് വേയുടെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് രണ്ട് സ്പേസിങ് കൊടുത്തിരിക്കുന്നത്, അതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഷോൾഡർ. സോ ക്യാരേജ് വേയും രണ്ട് ഷോൾഡറോടെ ആഡ് ചെയ്യുന്ന പറഞ്ഞപ്പോഴാണ് റോഡ് വേ എന്ന് പറയുന്നത്. ഷോൾഡർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻ പറഞ്ഞപ്പോഴാണ് റോഡ് മാർജിൻസ് എന്ന് പറയും. സോ റോഡ് മാർജിൻസ് ഷോൾഡർ, ക്യാരേജ് വേ, ഷോൾഡർ, റോഡ് മാർജിൻസ് ആഡ് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തുവാ, റോഡ് ലാൻഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ റോഡ് ലാൻഡ് കഴിഞ്ഞിട്ട് ഹൈവേയുടെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻ പറഞ്ഞ പേരാണ് ബോർഡർ കൺട്രോൾസ് എന്നായിരിക്കും പറഞ്ഞത്. ഈ ബോർഡർ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം ഓഫ് റോഡ് ബൗണ്ടറി, ബിൽഡിംഗ് ലൈൻ ആൻഡ് കൺട്രോൾ ലൈൻ. സോ ഇതിൻ്റെ മൂന്നിലുള്ള സമ്മിന് പറഞ്ഞ പേരാണ് ബോർഡർ കൺട്രോൾസ് എന്ന് പറഞ്ഞത്. ഇത്രയാണ് ഒരു ഹൈവേയുടെ മെയിൻ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. സോ ഇതിൻ്റെ അകത്ത് കുറേ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സുകളുണ്ട്. ഒരു 6 എലമെൻറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The main highway cross-section elements are: first one carriage way, second shoulder, third traffic separator median, fourth cross slope of camber, curb and footpath. ഇതാണ് 6 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ഹൈവേ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? എംബാക്ക്മെൻറ്റ് ആകുമ്പോൾ ആ ഹൈവേയുടെ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എങ്ങനെയാണെന്നാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. സോ ഇൻ കേസ് കട്ടിങ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് വരുന്നത്. സോ ഈ ക്യാരേജ് വേയും റോഡ് വേ എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സിലേക്കായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് എല്ലാം സെയിം തന്നെയായിരിക്കും, ഫിഗർ മാത്രം ജസ്റ്റ് ഒന്ന് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കമ്പോണൻസ് പറഞ്ഞു. ആ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എ ക്യാരേജ് വേ. ക്യാരേജ് വേ എന്ത് നോക്കാം? ഇറ്റ് ഈസ് എ ട്രാവൽ വേ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. സോ വർക്കേഴ്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ട്രാവൽ വേയെ പറഞ്ഞ പേരാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വർക്കേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റോഡിൻ്റെ വിഡ്ത്തിന് പറഞ്ഞ പേരാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി സെമി കോൺക്രീറ്റ് ഓർ ബിറ്റ്വീൻസ് പേയ്മെൻറ്റ്. സോ അത് സെമി കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻസ് പേയ്മെൻറ്റ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. IRC recommend the maximum width of lane for single lane as 3.75 meter and double line of 7 meter. സോ IRC റെക്കമെൻഡ് ചെയ്യുന്ന ക്യാരേജ് വേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫോർ സിംഗിൾ ലൈൻ ആവുകയാണെങ്കിൽ 3.75 മീറ്ററും സോ ഡബിൾ ലൈൻ ആകുമ്പോൾ 7 മീറ്ററും ആയിരിക്കും വരുന്നത്. സോ ക്യാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സ് മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റോഡിൻ്റെ വിഡ്ത്തിന് പറഞ്ഞ പേരാണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. ഇത് സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻസ് പേയ്മെൻറ്റ് ആയിരിക്കും. സോ IRC റെക്കമെൻഡ് ചെയ്യുന്ന മാക്സിമം വിഡ്ത്ത് ഓഫ് സിംഗിൾ ലൈൻ എന്ന് പറയുന്നത് എത്ര? 3.75 മീറ്ററും ഡബിൾ ലൈൻ എന്ന് പറയുന്നത് 7 മീറ്ററും ആയിരിക്കും വരുന്നത്. ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ 7 മീറ്ററും ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറഞ്ഞ കമ്പോണൻ്റാണ് നോക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് എലോങ് ദി റോഡ് എഡ്ജ് ടു സെർവ് ആസ് ആൻ എമർജൻസി ലൈൻ ഫോർ വർക്കേഴ്സ്. സോ വർക്കേഴ്സിൻ്റെ എമർജൻസി പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എലമെൻ്റാണ് ഷോൾഡർ എന്ന് പറയുന്നത്. IRC റെക്കമെൻഡ് ദ മിനിമം ഷോൾഡർ വിഡ്ത്ത് ആസ് 2.5 മീറ്റർ. സോ IRC റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ ആയിരിക്കും. സോ അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് സെപ്പറേറ്റർ ഓർ മീഡിയൻസ് ആയിരിക്കും. ട്രാഫിക് സെപ്പറേറ്റർ ഓർ മീഡിയൻസ് ടു പ്രിവെൻറ്റ് ദി ഹെഡ് ഓൺ കൊളീഷൻ ബിറ്റ്വീൻ ദ വെഹിക്കിൾ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വെഹിക്കിൾസ് തമ്മിൽ ഹെഡ് ഓൺ കൊളീഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എലമെൻ്റാണ് ട്രാഫിക് സെപ്പറേറ്റർ ഓർ മീഡിയൻസ് എന്ന് പറയുന്നത്. IRC റെക്കമെൻഡ് ദ മിനിമം വിഡ്ത്ത് ഓഫ് മീഡിയൻ ആസ് 5 മീറ്റർ. സോ IRC റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആയിരിക്കും. പക്ഷേങ്കിൽ മേ ബി റെഡ്യൂസസ് ടു 3 മീറ്റർ വരെ ലാൻഡ് ഈസ് റെസ്ട്രിക്റ്റഡ്. സോ ലാൻഡ് വളരെ കുറവാകുകയാണെങ്കിൽ അവിടെ 3 മീറ്റർ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓക്കെ, സോ അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് സ്ലോപ്പ് ഓർ കേംബറാണ്. സോ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്ലോപ്പ് provided to the road surface in the transverse direction. സോ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്ലോപ്പിന് പറഞ്ഞ പേരാണ് ക്രോസ് സ്ലോപ്പ് ഓർ കേംബർ എന്ന് പറയുന്നത്.
എന്തിനു വേണ്ടി കൊടുക്കുന്നത്? ടു ഡ്രെയിൻ ഓഫ് ദി റെയിൻ വാട്ടർ ഫ്രം ദി റോഡ് സർഫസ്. സോ റോഡ് സർഫസിൽ നിന്ന് റെയിൻ വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് സ്ലോപ്പിന് പറഞ്ഞ പേരാണ് ക്രോസ് സ്ലോപ്പ് ഓർ കേംബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ആസ് പെർസെൻറ്റേജ് ഓർ 1/n. സോ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ 1/n എന്നുള്ള രീതിയിലായിരിക്കും ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ക്രോസ് സ്ലോപ്പ് ഓർ കേംബർ നമുക്ക് മൂന്നാം ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ? ഫസ്റ്റ് മീൻസ് പരാബോളിക് കേംബർ. സോ പരാബോളിക് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞാൽ പരാബോളിക്കായിട്ടാണ് കാണുവാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പരാബോളിക് കേംബർ എന്ന് പറയും. ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് രണ്ട് സൈഡും സ്ട്രെയിറ്റ് ആയിട്ട് സ്ലോപ്പ് പോലെ കൊടുത്തിരിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് കേംബർ എന്ന് പറയും. സോ കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് പരാബോളിക് എന്ന് പറഞ്ഞാൽ ടോപ്പ് പോർഷൻ പരാബോളിക്കും വരും. സോ അതിൻ്റെ ബാക്കി പോർഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റും വരും. അതിന് പറഞ്ഞ പേരാണ് കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് പരാബോളിക് എന്ന് പറഞ്ഞത്. സോ കേംബറിനെ എക്സ്പ്രസ് ചെയ്ത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ 1/n എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് 1 വെർട്ടിക്കൽ ആകുമ്പോൾ n ഹൊറിസോണ്ടൽ രീതിയിലാക്കി ഇതിനെ സ്ലോപ്പിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ രണ്ട് ഡയറക്ഷനിലേക്കാക്കി ഈ സ്ലോപ്പിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1/n എന്നുള്ള രീതിയിലായിരിക്കും 1/n എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ അകത്ത് സ്ലോപ്പിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞാൽ കർവാണ്. കർവ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബൗണ്ടറി ബിറ്റ്വീൻ പേയ്മെൻറ്റ് ആൻഡ് ഷോൾഡർ. സോ പേയ്മെൻറ്റിനും ഷോൾഡറും ഇടയിൽ പ്രൊവൈഡ് ചെയ്യിക്കുന്ന ബൗണ്ടറിയെ പറഞ്ഞ പേരാണ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് 3 വേസ്. സോ കർവ് എന്ന് പറഞ്ഞാൽ 3 രീതി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ലോ ഓർ മൗണ്ടബിൾ കർവ്. ലോ ഓർ മൗണ്ടബിൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് ദി ഡ്രൈവർ ടു എൻ്റർ ദി ഷോൾഡർ ഏരിയ വിത്ത് ലിറ്റ് ഡിഫിക്കൽറ്റി. സോ ഈ ഏരിയയിലേക്ക് ഡ്രൈവർക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ലിറ്റ് ഡിഫിക്കൽറ്റി, സോ വളരെ കുറച്ച് ഡിഫിക്കൽറ്റി മാത്രമേ ഉള്ളൂ. The height of this curve is about 10 cm. സോ ഹൈറ്റ് എന്ന് പറയുന്നത് 10 cm ആയിരിക്കും. സെക്കൻഡ് ആണ് സെമി ബാരിയർ കർവ്. സെമി ബാരിയർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വെയർ ദ പെഡസ്ട്രിയൻ ട്രാഫിക് ഈസ് ഹൈ. സോ പെഡസ്ട്രിയൻ ട്രാഫിക് ഹൈ ആകുന്ന കേസിൽ കൊടുക്കുന്ന കർവിന് പറഞ്ഞ പേരാണ് സെമി ബാരിയർ കർവ് എന്ന് പറയുന്നത്. ദ ഹൈറ്റ് ഓഫ് ദിസ് കർവ് ഈസ് അബൌട്ട് 15 cm. സോ ഹൈറ്റ് എത്ര? 15 cm ആയിരിക്കും ആ കർവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് എ ബാരിയർ ടൈപ്പ് കർവ്. സോ ബാരിയർ ടൈപ്പ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡ് അഡ്ജസ്റ്റൻ ടു ദി ഫുട്പാത്ത്. സോ ഫുട്പാത്തിന് അടുത്തായി പ്രൊവൈഡ് ചെയ്യുന്ന കർവിന് പറഞ്ഞ പേരാണ് ബാരിയർ ടൈപ്പ് കർവ് എന്നായിരിക്കും പറയുന്നത്. ദ ഹൈറ്റ് ഓഫ് ദിസ് കർവ് ഈസ് അബൌട്ട് 20 cm. സോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 cm ആയിരിക്കും. സോ ലോവർ മൗണ്ടബിൾ കർവിൻ്റെ ഹൈറ്റ് 10 cm ആണ്. സെമി ബാരിയർ കർവിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 cm ആയിരിക്കും. ബാരിയർ ടൈപ്പ് കർവിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 cm ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു ലോ ഓർ മൗണ്ടബിൾ കർവ് പറഞ്ഞു. സോ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 10 cm ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. 10 cm ആണ് ഹൈറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ലോവർ മൗണ്ടബിൾ കർവ്. സെക്കൻഡ് വൺ ഈസ് സെമി ബാരിയർ കർവ്. സോ സെമി ബാരിയർ കർവിൻ്റെ ഹൈറ്റ് എത്രയായിരുന്നു? 15 cm. ഇതാണ് 15 cm എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് ബാരിയർ ടൈപ്പ് കർവ്. ബാരിയർ ടൈപ്പ് കർവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 20 cm ആയിരിക്കും എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡയമെൻഷൻസ് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം, അതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഫുട്പാത്താണ്. ഫുട്പാത്താണ് നമ്മൾ പറയുന്നത് ടു പ്രൊവൈഡ് ദി മൂവ്മെൻറ്റ് ഫോർ പെഡസ്ട്രിയൻ ട്രാഫിക്. സോ പെഡസ്ട്രിയൻ ട്രാഫിക്കിന് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ എലമെൻറ്റിന് പറഞ്ഞ പേരാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത്. ദ മിനിമം വിഡ്ത്ത് ഓഫ് 1.5 മീറ്റർ ഈസ് പ്രൊവൈഡ്. സോ IRC റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആയിരിക്കും. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹൈവേ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്.